ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രസകരമായ അടി എന്ന് വേണം അതിനെ പറയുവാൻ. നോറയും ജാസ്മിനും തമ്മിലാണ് അടി. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ലിവിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ ടാസ്കിന്റെ പ്രത്യേകത ഇതാണ്. ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് ആണല്ലോ. അപ്പോൾ ഈ ടിക്കറ്റ് ടു ഫിനാലയിലെ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തോന്നുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇത്രയും കാലം അവരിവിടെ നിന്നത് തന്നെ അതിശയമാണ്. ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് അവർ ഇവിടം വരെയോളം എത്തിയത്. പക്ഷേ ഇനിയും അവർ മുമ്പോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ, ഫൈനൽ 5 വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് ടു ഫിനാലെ അവർക്ക് ലഭിച്ചേ പറ്റൂ. ഇല്ല എങ്കിൽ അവരുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും എന്ന് തോന്നുന്ന ആൾക്കാർ, രണ്ടാൾക്കാരുടെ പേരാണ് ഒരു വ്യക്തി നിർദ്ദേശിക്കേണ്ടത്. ഈ ടാസ്ക് അവിടെ തുടങ്ങി ഓരോരുത്തരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നോറയുടെയും ശ്രീധുവിന്റെയും ജാസ്മിന്റെയും പേരാണ് കൂടുതൽ ആൾക്കാരും എടുത്തത്. അവസാനം നോറ വന്നിട്ട് നോറയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ജാസ്മിനെതിരെ ഒരു കടന്നാക്രമണം നടത്തി. രണ്ടാൾക്കാർക്കെതിരെയാണ് സംസാരിക്കേണ്ടത്. അതിൽ ഒന്നാമത് ശ്രീധുവിന്റെ പേരാണ് എടുത്തത്. ശ്രീധു ഇവിടെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നോറയുടെ കംപ്ലൈന്റ്. ടാസ്ക് മാത്രം കളിച്ചു പോയത് കൊണ്ട് കാര്യമില്ല, ഇവിടെ നിൽക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടുകയും ഒക്കെ ചെയ്യണം. ശ്രീധുവിനെ കുറിച്ച് പലയാവർത്തി പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്രീധു അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ശ്രീധുവിന് പല കാര്യങ്ങളിലും ഇടപെടുവാൻ പറ്റുന്നില്ല. ഭാഷയുടെ പരിമിതികൾ പ്രധാനമാണ്. രണ്ടാമത് ബഹളമുണ്ടാക്കുവാൻ താല്പര്യമില്ല. ബഹളമുണ്ടാക്കുന്നതല്ല ഗെയിം. നോറ പറയുന്നത് അതുകൊണ്ട് മാത്രം പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുവാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്? ഇതൊക്കെ പ്രേക്ഷകരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അത് കഴിയാത്തത് കൊണ്ട് ശ്രീധു ഇവിടെ വരുത്തിയത് തന്നെ ഭാഗ്യം കണ്ടാണ്. ഇനി ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് ആ ടാസ്ക് കിട്ടിയില്ല എങ്കിൽ ഫൈനൽ 5 ശ്രീധു ഒരിക്കലും എത്തൂല. രണ്ടാമത് ജാസ്മിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ജാസ്മിന്റെ മോശമായ ചേഷ്ടകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും ആവശ്യമില്ലാതെ ജാസ്മിൻ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിൻ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ ആ പ്രശ്നങ്ങൾ വലുതാക്കി നിരന്തരം ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിൻ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട്. ചില ദിവസങ്ങളിൽ മാറ്റമുണ്ട് എന്ന് ജാസ്മിൻ കാണിക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ജാസ്മിൻ പിന്നെയും കാണിക്കും. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യം എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ വ്യക്തത കൊടുക്കുന്നതിൽ ജാസ്മിൻ പരാജയപ്പെടുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ജാസ്മിന് ദേഷ്യം വരുന്നുണ്ട്. ജാസ്മിൻ ഇങ്ങനെ തലയിട്ട് ആട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഇപ്പോൾ തന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചേഷ്ടകൾ കണ്ടില്ലേ? ഇത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ജാസ്മിൻ അറിയത്തില്ല. അത് ജാസ്മിൻ പഠിച്ചിട്ടില്ല. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ഒരു ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്രയും ഡ്രോബാക്സുകളൊക്കെ ഉള്ള ഒരു വ്യക്തി ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എങ്കിൽ അതൊരു ഭാഗ്യം കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജാസ്മിൻ തലയാട്ടിക്കൊണ്ട് നോറയ്ക്കെതിരെ ആ പ്രതികരണം നടത്തിയത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല. ബിഗ് ബോസ് ഉടൻ തന്നെ ചോദിക്കുകയാണ്, ജാസ്മിൻ ഇതൊരു ടാസ്ക് അല്ലേ, എന്താണ് ഇങ്ങനെയൊക്കെ? അതിന് മറുപടി പറയുവാൻ വേണ്ടി ജാസ്മിൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അവിടെ പ്രശ്നം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ജാസ്മിൻ ആദ്യം ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തമാശയ്ക്ക് അത് കാണിച്ചതാണ്. പിന്നെ ബിഗ് ബോസ് ഈ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് റിപ്ലൈ ഒന്നും തരാനില്ല. നോറ എന്റെ ചേഷ്ടകളെ കുറിച്ച് പറഞ്ഞു, ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു. മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം, ജാസ്മിന് ഭയങ്കര മാറ്റങ്ങളാണുള്ളതെന്ന് കഴിഞ്ഞ ദിവസം ഈ കുട്ടി തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു ജാസ്മിൻ ഇത്രയും ദിവസമായിട്ട് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന്. ഉടനെ നോറ പറയുകയാണ്, മാറ്റങ്ങളില്ല എന്നുള്ളത് പറയുവാൻ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ ബഡ്ജറ്റ് എഴുതുന്ന കാര്യം വന്നപ്പോൾ തന്നെ നിസ്സാരമായ ഒരു ചെറിയ വിഷയമാണ്. ആ വിഷയത്തിൽ തന്നെ ഇവിടെ എന്തെല്ലാം ബഹളങ്ങളാണ് ജാസ്മിൻ ഉണ്ടാക്കിയത്. അത് സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു കൊച്ചു വിഷയം മാത്രമാണ്. അതുപോലും ജാസ്മിൻ വലിയ പ്രശ്നമാക്കി മാറ്റിയില്ലേ? ഇത് പറഞ്ഞുകൊണ്ട് നോറ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, ബിഗ് ബോസ് എന്നോട് ചോദിച്ചതിന് മറുപടി പറയുവാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ ആ സ്ഥലത്തും നോറ തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോറ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയുവാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞപ്പോഴാണ് നോറ ഒന്ന് നിർത്തുന്നത്. പിന്നീടുള്ള ജാസ്മിന്റെ സംസാരത്തിൽ സത്യത്തിൽ നോറയുടെ ശവടക്ക് നടത്തി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അമ്മാതിരി ആക്രമണമായി പോയി. നോറയുടെ തലയ്ക്ക് മുകളിൽ കൂടി നിരങ്ങിക്കൊണ്ട് നടത്തിയ ആക്രമണം. അതായത് ബഡ്ജറ്റ് എഴുതിയ സമയത്ത് ഞാൻ പൊട്ടിത്തെറിച്ചു ബഹളമുണ്ടാക്കി എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ദേഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ വന്നപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അറിയാം. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു മാറ്റം തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം നോറ ഇവിടെ എടുത്തു പറഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോൾ നോറ അത് മാറ്റി
സംസാരിക്കുകയാണ്. സിജോയ്ക്കറിയാം ഇന്നലെ സിജോയുമായിട്ട് ഞാൻ ഇവിടെ വലിയൊരു വിഷയമുണ്ടായി. ആ വിഷയത്തിന്റെ നടുവിൽ എങ്ങനെയാണ് ഞാൻ പ്രതികരിച്ചു കൊണ്ടിരുന്നത്, എന്റെ പഴയ ദേഷ്യം വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ നിൽക്കില്ല, അതേ രീതിയിൽ പോയതാണ്. സിജോയ്ക്ക് തന്നെ അതറിയാം. സിജോ അന്നേരം തലകുലുക്കിയത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോറ പറയുകയാണ്, ഞാനിവിടെ ഭയങ്കര ബഹളമുണ്ടാക്കുന്നു, എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന്. ബഡ്ജറ്റ് എഴുതുന്ന സമയത്ത് നോറ ആവശ്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. ഒരു കാര്യം എഴുതാൻ പറയുന്നു, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് വെട്ടിച്ചിട്ട് മറ്റൊരു കാര്യം അവിടേക്ക് എടുത്തു പറയുന്നു. ഇത് പലയാവർത്തിയായ സമയത്താണ് എനിക്ക് ദേഷ്യം വന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ആ സമയത്ത് ബഡ്ജറ്റ് എഴുതുന്നതിൽ കൂട്ടുനിന്ന ശ്രീധുവിനും ഉണ്ടായിരുന്നു ആ ദേഷ്യം. അത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അത് തുറന്നു പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണോ? ഒരു സാധനം എടുക്കുവാൻ വേണ്ടി നോറ പറയുന്നു, അതിന്റെ കണക്ക് ഞാൻ അവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നോറ പറയുന്നു, ആ സാധനം വേണ്ട, അത് വെട്ടിയേക്കാൻ പറയുന്നു. ഇത് പലയാവർത്തിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി. തിരിച്ചു ഞാനിവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജിൻഡോ കാക്ക പറയുകയാണ്, നിനക്ക് കണക്ക് കൂട്ടാൻ അറിയത്തില്ലെന്ന്. എന്താണ് മറുപടി പറയേണ്ടത്? കണക്ക് തെറ്റിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ജാസ്മിൻ ചെയ്ത പ്രശ്നമാണോ, ജാസ്മിന്റെ കോപമാണോ, വിരോധമാണോ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് സൗമ്യമായി വന്നിരുന്നുകൊണ്ട് നോറ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല നോറ, എനിക്ക് ദേഷ്യം വരും, ഞാൻ ആ ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിച്ചത്. രണ്ടാമത് നോറ പറയുന്ന കാര്യം, എനിക്ക് ക്ലാരിറ്റി ഇല്ല, ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളെ തീർക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ്. നോറ ഇവിടെ എന്ത് കാര്യത്തിനാണ് നോറ ക്ലാരിറ്റി കൊടുത്തിട്ടുള്ളത്? നോറ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ വന്നു കയറിയ ആ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നോറയോട് ആർക്കെങ്കിലും തിരികെ സംസാരിക്കാൻ കഴിയുമോ? നോറ സംസാരിക്കുന്നത് കേൾക്കുമോ? നോറ രാഷ്ട്രീയക്കാരെ പോലെയല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കണം. ജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കണമെന്ന് പറയുന്ന നോറ ക്യാമറയുടെ മുൻപിൽ പോയിന്നുകൊണ്ട് നിരന്തരം ജനങ്ങളോട് സംസാരിക്കുകയാണ്. എന്ത് ക്ലാരിറ്റിയാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? പക്ഷേ ഈ വീട്ടിലുള്ള വ്യക്തികൾ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടുമോ എന്നറിയുവാൻ വേണ്ടി നിങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്റർപ്രറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കടന്നാക്രമിച്ചുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നോറയുമായിട്ടുള്ള സംസാരത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നോറ തന്നതായിട്ട് പറയാൻ കഴിയുമോ? കഴിഞ്ഞ ഒരാഴ്ചക്കാലം സായിയുമായിട്ട് നോറ പലയാവർത്തി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ സായിയോട് ചോദിക്കുകയാണ്, സായിക്ക് ഏതെങ്കിലും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ സായി പറയുകയാണ്, ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ടങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒന്നും പിടികിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് വല്ലതും പിടികിട്ടിയോ? പിടികിട്ടിയില്ല എന്നുള്ളതാണ് സായിയുടെ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോറ ഇപ്പോൾ പറയുന്നു, ജാസ്മിൻ നോറയോട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കുന്നില്ല എന്ന്. നോറയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോടും സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരും നോറയോട് പലതിൻ്റെയും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവരോടൊന്നും നോറയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കുവാൻ ഇഷ്ടവുമില്ല. നോറയ്ക്ക് ഇഷ്ടം ക്യാമറയുടെ മുൻപിൽ മാത്രം സംസാരിക്കാനാണ്. അതുകൊണ്ട് നോറയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നോറയ്ക്ക് അല്പസമയം എൻ്റെ കൂടെ ഇരിക്കാമോ? എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാമോ? നോറയ്ക്ക് ഒരു മറുപടിയുമില്ല. എന്നിട്ട് വീണ്ടും നോറയെ വെല്ലുവിളിക്കുകയാണ്, നീ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ വരില്ല, നിനക്ക് ധൈര്യമില്ല, നിനക്ക് ഭയമാണ്. ഈ വീട്ടിലുള്ള പല ആൾക്കാരോട് നീ സംസാരിച്ച് അവരെ കീഴ്പ്പെടുത്തിയേക്കാം, പക്ഷേ നോറ ജാസ്മിനോട് സംസാരിക്കാൻ വരില്ല. കാരണം നിനക്കറിയാം, ജാസ്മിനോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ പണി പൂട്ടുമെന്ന്. ഇല്ല എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിനക്ക് എൻ്റെ കൂടെ ഇരുന്ന് അല്പനിമിഷം സംസാരിക്കാമോ? അപ്പോൾ നോറ പറയുകയാണ്, നിന്റെ സ്വഭാവം ശരിയല്ല, നിന്റെ ചേഷ്ടകൾ ശരിയല്ല. ജാസ്മിൻ പറയുന്നു, ഞാൻ കൈകെട്ടി സൗമ്യമായ രീതിയിൽ അവിടെ ഇരുന്നു കൊണ്ട് കേൾക്കാം. നീ മുഴുവൻ കാര്യങ്ങളും എന്നോട് സംസാരിച്ചു, അതിനുശേഷം ഞാൻ മറുപടി പറയാം. മതിയോ? എങ്കിൽ നീ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. നോറയ്ക്ക് യാതൊരു മറുപടിയുമില്ല. അവസാനം ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ലക്ക് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഫൈനൽ 5 എത്തില്ല എന്ന് ഇവിടെ ഇരുന്ന ജിൻഡോ, സിജോ, അഭിഷേക്, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു. പലരും എന്നെ വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. ആരോടെങ്കിലും ഞാൻ തിരിച്ചെന്തെങ്കിലും ചോദിച്ചോ? എന്തെങ്കിലും മോശമായ ചേഷ്ടകൾ ആർക്കെങ്കിലും എതിരെ ഞാൻ കാണിച്ചോ? ഇല്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ നോറ വന്നിട്ട് പറയുന്ന അതല്ല, പച്ചക്കള്ളം മാത്രമാണ് പറയുന്നത്. എൻ്റെ മോശമായിട്ടുള്ള സംസാരങ്ങളും എൻ്റെ മോശം ചേഷ്ടകളും എന്ന് എവിടെ നിന്നാണ് നോറയ്ക്ക് കിട്ടിയത്? ഇത്രയും കാലം എൻ്റെ ചേഷ്ടയെക്കുറിച്ച് ഒരു വാക്ക് പോലും നോറ ഇവിടെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയും, അങ്ങനെ നോറ സംസാരിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷെ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി? സിജോ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സിജോയുടെ നാവിൽ നിന്നും ഒരു വാക്ക് വീണു, ജാസ്മിൻ്റെ ചില ചേഷ്ടകൾ എന്നുള്ളത്. ആ വാക്കിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചേഷ്ട എന്ന് പറഞ്ഞ് എനിക്ക് നേരെ വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്നും പറയുവാനില്ല, പറയുന്നത് പച്ചക്കള്ളങ്ങൾ മാത്രമാ. ഇനി അപ്പുറത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വല്ലവനും പറയുന്നത് കേട്ടുകൊണ്ട് വീണ്ടും വന്നടിക്കുകയാ. ഇത് ശരിയായൊരു നടപടിയല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നീ എന്നോട് നേർക്ക് നേർ നിന്ന് സംസാരിച്ച് തീർക്ക്.
ഇതിലൊക്കെ വ്യക്തമാകുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പേഴ്സണൽ ഗ്രഡ്ജാണ്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തിക്കൊണ്ടാണ് നോറ ഇവിടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ നോറ പറയുകയാണ്, എനിക്ക് അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് ആരോടും ഈ വീട്ടിലില്ല, എല്ലാവരോടും ഒരുപോലെ മാത്രമേ ഉള്ളൂ. ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തി എന്നുള്ളതിന്റെ ഒരു തെളിവ് നിനക്ക് പറയാമോ? ഉടൻ തന്നെ ജാസ്മിൻ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ്. മുൻപൊരിക്കൽ ഞാനിവിടെ പറഞ്ഞിരുന്നു എന്റെ കല്യാണം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന്. ആ കല്യാണത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം നോറ പലരുടെയും ചെവിയിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ജാസ്മിൻ എന്നെ കല്യാണം വിളിച്ചാൽ പോവില്ല, അവളുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന്. അത് പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടല്ലേ? അതിന്റെ മുമ്പിൽ നോറ ആകെപ്പാടെ പെട്ടു. കുറെ സമയത്തേക്ക് പിന്നെ മൗനമായിട്ടിരിക്കുകയാണ്. എന്തായാലും ജാസ്മിൻ കത്തി കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. അവസാന നിമിഷം നോറ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഈ കല്യാണത്തിന് വരത്തില്ലെന്നൊക്കെ പറഞ്ഞത് ഒരു ഫണ്ണായിട്ടാണ്. ആ ഫണ്ണിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് കാണാം. ദീർഘമാക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.